നമുക്കിന്നേ കുറച്ച് കേര മീനിൻ്റെ കഷ്ണങ്ങളും ഉണ്ട്, ഒരു തലയുടെ കുറച്ച് ഭാഗമുണ്ട്. ഇത് നമുക്കിന്ന് മുളക്, മല്ലിപ്പൊടി, മുളക് ഒക്കെ കൂടി വറുത്തിട്ട് നമുക്കൊരു കറി വയ്ക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ. മല്ലിപ്പൊടി, മുളക് പൊടിയും തേങ്ങയൊന്നും വേണ്ട, ഇതൊക്കെ കൂട്ടി നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാലകളൊക്കെ കൂട്ടാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഇതിന് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, സാധാ മുളക് പൊടി ഇതിന് 1/2 ടീസ്പൂൺ ഇട്ടു. ഇത്രയും ആണ് കേട്ടോ പറഞ്ഞത്. എന്താ പിന്നെ അതിലേക്ക് ഞാനിത് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു കുറച്ച് നേരം ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റി മിക്സ് ചെയ്ത് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ 2-3 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കറി വെക്കുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച്, ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. ചട്ടി മൺചട്ടിയാണ്. എൻ്റെ ഒരു ചട്ടക്കയിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കറി വെച്ചപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പോയി, അപ്പോൾ കത്ത് പിടിച്ചതാണ് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടാവട്ടെ. കുറച്ച് ഉലുവ ഇടുക കേട്ടോ. അതേ ഉലുവ പൊട്ടിയപ്പോൾ ഞാൻ കുറച്ച് കടുകിട്ട്, പിന്നെ അതേ നമ്മൾ നേരത്തെ ചതച്ച് കൊണ്ടുവന്ന സംഭവങ്ങളാണിത്. 2 പച്ചമുളകും കീറിയിട്ടുണ്ട്, ചതച്ചതും 2 പച്ചമുളകും കീറിയിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച മസാലകൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. ഉപ്പും കുടംപുളിയും കൂടെ കൂടി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഉപ്പാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം തിള വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തലയുടെ ഒരു ഭാഗം ഞാൻ ഇതിലേക്ക് വയ്ക്കാൻ കേട്ടോ. ഇതുണ്ട അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് കഷ്ണങ്ങളും കൂടെ കൂടി ഇടുക. തല മാത്രം തകയത്തില്ലല്ലോ, അപ്പോൾ കുറച്ച് കഷ്ണങ്ങളും കൂടെ കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഈ പാകത്തിന് വെള്ളം മതി കേട്ടോ. അല്ല കുറച്ചും കൂടി ചാറായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വേകാനുള്ള വെള്ളം മാത്രം റോസ്റ്റിനാണെങ്കിൽ അങ്ങനെ മതിയാവും. അല്ല ഞാൻ ഇച്ചിരി ചാറോട് കൂടിയാണ് എടുക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് മതി. നമുക്കതൊന്ന് ഇറക്കി നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഒന്ന് വേകട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടാൻ റെഡിയായി നോക്കാം നമുക്ക്.